ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഷോപ്പിൽ പണിക്ക് വന്നൊരു ആക്സസ് ആയിരുന്നു. സ്റ്റാർട്ട് ആവുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്, സെൽഫ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. അങ്ങനെ ഞങ്ങൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും വണ്ടി സ്റ്റാർട്ട് ആയില്ല. അങ്ങനെ ഒരു ഡൗട്ട് വന്ന് മോട്ടർ അഴിച്ചു നോക്കിയപ്പോൾ ഇത് ആർമേച്ചർ കത്തി കിടക്കുകയാണ്. വണ്ടിയുടെ ആർമേച്ചർ കത്തി കിടന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു മോട്ടർ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ എമൗണ്ട് ഇല്ല, അതുകൊണ്ട് കിക്കർ ഒന്ന് റെഡി ആക്കി തരുമെന്ന്. കിക്കർ ഓൾറെഡി സ്റ്റക്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലച്ച് അഴിച്ചു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി ഇതിൽ പോവാൻ ഒരു സാധനം പറ്റില്ല. ഫേസ് കോമ്പ്, ഫേസ് ഡ്രൈവ് എന്ന് പറയുന്ന ബെൽറ്റ്, റോളറിന്റെ ഒക്കെ അവസ്ഥ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ റോളർ പോയിട്ട് കാണുന്നത്. ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാതെ ഓടി. ക്ലച്ച് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ല. ക്ലച്ചിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വന്നിട്ട് അത് മൈൻഡ് ചെയ്തില്ല. അതായത് ഒരു മാസം മുന്നേ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞിറങ്ങിയ വണ്ടിയാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. സുഹൃത്തുക്കളെ, പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വണ്ടിയുടെ ഉള്ളിൽ നിന്ന്, അതായത് എഞ്ചിന് സംബന്ധിച്ച് എന്തെങ്കിലും സൗണ്ട് മാറ്റമോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെ അടുത്ത് പോയിട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. അതായത് ഒരു പണി വെച്ചിട്ട് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ 100 പണികളിലേക്ക് വഴിവെക്കും. ഈ വണ്ടിക്ക് അടുത്തൊരു പണി വരുന്നുണ്ട്, ഗിയർ ബോക്സ് ഓയിലിലേക്കുണ്ട്. അത് ഞങ്ങൾ കസ്റ്റമറോട് പറഞ്ഞു, അതിപ്പോ വേണ്ടാന്ന് പറഞ്ഞ് കസ്റ്റമർ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തൊരു പണി ആ മൂപ്പർക്ക് അത് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോ സുഹൃത്തുക്കളെ, പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പണി, അതായത് എഞ്ചിൻ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൗണ്ട് മാറ്റോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും സുസുക്കിയുടെ വണ്ടികൾക്ക് കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. അത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ കൂനുമ കുരു പോലെ ആവും.